ഹലോ. ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അത്യാവശ്യം ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ് എനിക്കിതിൽ പറയാനുള്ളത്. അത് വേറെ ആർക്കും പറ്റരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കുറേ പ്രാവശ്യം ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, പ്രശ്നമാവാതെ നമുക്കൊരു വീഡിയോ ഇടാം, കുഴപ്പമില്ല. അപ്പോൾ ആൾക്കാർക്ക് ഏകദേശം ഒരു രൂപം കിട്ടും ഏത് ഏജൻസിയാണ്. എന്നുവെച്ചാൽ ഏജൻസിയുടെ പേര് എനിക്കിതിൽ പറയാൻ പറ്റത്തില്ല, അത് കാരണം. പക്ഷെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്ലൂ തരാം, അത് ഏതാണ്, എവിടെയാണ് സംഭവം. ഇനി നിങ്ങളാരും അതിൽ പോയി പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അല്ലാതെ ഇത് റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ എനിക്ക് സബ് കിട്ടാനോ ഒന്നിനും വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ യൂട്യൂബിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തുടങ്ങിയ സമയത്ത് അപ്പോൾ ഓക്കെ, പബ്ലിക്കായിട്ട് ഇത് കാണാൻ പറ്റും ആൾക്കാർക്ക്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉള്ള കാരണം എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം കാണുന്നുണ്ട്, ഈ FB തുറക്കുമ്പോൾ നമ്മൾ ഏത് സോഷ്യൽ മീഡിയയിലും ഈ നമ്മുടെ ഇമിഗ്രേറ്റ് സംഭവങ്ങൾ, ഏജൻസി, അവിടെ ജോബ് ഇവിടെ ജോബ്, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിൽ ഫേക്കും ഉണ്ടാവും ജെന്യൂൻ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങൾ 2022 ഞങ്ങൾ പോകാൻ വേണ്ടി എവിടെയെങ്കിലും നമുക്കൊന്ന് പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആ സമയത്ത് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പം എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ നമ്മൾ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, എന്തെങ്കിലും വരുമ്പോൾ ഇവിടുത്തെ ജോബ് നമുക്ക് ശരിയാവുന്നില്ല, നമുക്ക് അത്ര സാലറി പോരാ, നമുക്ക് ഇത്ര സാലറി വെച്ച് നമുക്ക് കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോവില്ല, നമുക്ക് എക്സ്ട്രാ ആയിട്ട് സംഭവങ്ങൾ കുറച്ച് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈവൻ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഞങ്ങൾ ഓൾറെഡി റെൻറ്റിനാണ്, അപ്പോൾ നമുക്ക് വീടും എല്ലാം വേണം. അങ്ങനെ ഓക്കെ, നമുക്ക് പുറത്ത് പോയാലേ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പല കാര്യങ്ങളും നമുക്ക് എല്ലാം കൊണ്ട് നമുക്ക് ലൈഫ് സെറ്റാണെങ്കിൽ നമ്മൾ പുറത്ത് പോകണം. ഇവിടെ നിന്ന് നമുക്ക് കാര്യങ്ങൾ രക്ഷപ്പെടാൻ പറ്റൂല എന്ന് നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെ ചിന്തിച്ച് നമ്മളിപ്പോൾ പുറത്ത് കുറേ പേര് അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ സ്റ്റഡീൻ്റെ ആ രീതിയിൽ പോകുമ്പോൾ മാത്രമാണ് സ്റ്റഡി വിസയിൽ പോയിട്ട് അവിടെ തന്നെ ജോബ് ചെയ്തിട്ട് അതൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ അല്ലാതെ ഇവിടെ നിന്ന് തന്നെ ജോബ് നമുക്ക് കറക്റ്റ് ചെയ്ത് തന്ന് ജോബ് വിസയിൽ നമുക്ക് പോകാനുള്ള സംഭവങ്ങൾ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ വരുന്നുണ്ട്. അത് മിക്കതും ഫേക്കാണ്. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് അതിൻ്റെ ഉള്ള ബോധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഇതൊന്നും നോക്കില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കണം, നീ നോക്കിക്കോ, ഞാൻ ചെയ്യാം, എനിക്കിത് നോക്കിക്കൊണ്ടിരിക്കാൻ ടൈമില്ല. അപ്പോൾ ഇങ്ങനെ FB ഒക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ഏജൻസിൻ്റെ പരസ്യം ഭയങ്കരമായിട്ട് പരസ്യമാണ്. ഇവർ എപ്പോൾ ഓപ്പൺ ചെയ്താലും ഇവർ കുറേ പരസ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വിളിച്ചു നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറേ സ്ഥലത്തൊക്കെ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ഭയങ്കര റേറ്റാണ് ഇവർ പറയുന്നത്. നമ്മൾ പോണ കാര്യങ്ങളൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ നമുക്കത്ര പറ്റാത്ത കാരണം ഞാനിപ്പോൾ അതങ്ങ് വിടും. അപ്പോൾ ഞാൻ ഇവരെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് അപ്ലിക്കേഷൻ്റെ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് നമ്മളവിടെ അയച്ച് കഴിഞ്ഞിട്ട് അതിന് മാത്രം ഒരു പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവരവിടെ കുറച്ച് സ്ഥലങ്ങളിൽ നമ്മുടെ റെസ്യൂം അയക്കും. അപ്പോൾ അയച്ച് കഴിയുമ്പോൾ അവർക്ക് അവിടുത്തെ കമ്പനിയായിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് കാരണം അയച്ച് കഴിയുമ്പോൾ കിട്ടിക്കഴിയുമ്പോൾ ഇൻ്റർവ്യൂ ആവുമ്പോൾ കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് പേയ്മെൻറ്റ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ജെന്യൂനായിരിക്കും. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമുക്ക് ആ കമ്പനി ത്രൂ നമുക്ക് ജോബ് കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി കഴിഞ്ഞിട്ടാണല്ലോ അടുത്ത പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ വലിയ ഫേക്കൊന്നും ആയിരിക്കില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ച്. പിന്നെ ഗൂഗിളിൽ ഇവർ റിവ്യൂ ഒക്കെ കിടക്കുന്നത് 4.6 ഒക്കെയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മൾ തുടങ്ങിയ സമയത്ത് ഇവർക്ക് ഗൂഗിളിൽ അങ്ങനെ റിവ്യൂ ഒന്നും ആയി തുടങ്ങിയിട്ടില്ല. എന്താ വെച്ചാൽ അവർ ജസ്റ്റ് ഓഫീസ് അബ്രോണ്ട് അകത്ത് തന്നെയായിരുന്നു, ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്ന സെറ്റപ്പായിരുന്നു. ഇപ്പോൾ ഓബ്രോണിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയില്ലേ, അല്ല ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒബ്രോണ്ട ഇപ്പോൾ ഒബ്രോണ്ട ആ സൈഡിൽ അങ്ങോട്ടാണ് അവർ ഓഫീസ് തുടങ്ങിയത്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഒരു പരിസരത്താണ് അവർ ഓഫീസ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഭയങ്കര സെറ്റപ്പിലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. കുറച്ച് കൂടുതൽ ആൾക്കാരെ നമുക്ക് പറ്റിക്കാൻ പറ്റുമല്ലോ, ഭയങ്കര സെറ്റപ്പിലാണ് തുടങ്ങിയെങ്കിൽ, അതാണ് കാര്യം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഓക്കെ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ, അപ്ലിക്കേഷൻ നമ്മൾ ഇത്ര ഫീസല്ലേ പോവുള്ളൂ, 39 അല്ലേ നമുക്ക് ആവുള്ളൂ, കുഴപ്പമില്ല, 39 വെച്ച് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ അല്ലേ അടുത്ത പേയ്മെൻറ്റ്. അപ്പോൾ ബാക്കി ഇവർ പറഞ്ഞു വെച്ചാൽ 4 ലാഖിലാണ് നമുക്ക്
എല്ലാം പരിപാടിയും നമുക്ക് 4 ലാക്കിൽ കഴിഞ്ഞ് നമുക്ക് അവിടെ എത്താൻ പറ്റും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ നമുക്ക് ഒരു 2 ലാക്ക് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ വേണം. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് വേണമല്ലോ, നമുക്ക് നമ്മുടെ കയ്യിൽ വേണമല്ലോ കാശ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഓക്കെ, നമുക്ക് ആ സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ, വേറെ പേയ്മെൻറ്റ് നമുക്ക് വേറെ കാര്യങ്ങൾ. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ 39,000 നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ 39,000 നമുക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമുക്ക് എന്താണ് ഇതൊക്കെ വന്നു, മെയിലൊക്കെ വന്നു, ഇങ്ങനെ ആപ്ലിക്കേഷന് നിങ്ങളുടെ ഇത് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കുറേ മെയിലും കാര്യങ്ങളൊക്കെ വന്നു. ആ ചെയ്ത സമയത്ത് കുറച്ച് മെയിലുകളൊക്കെ നമുക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ കാനഡയിൽ ഒരു കമ്പനിയിൽ നമ്മൾക്ക് അവർ റെസ്യൂം അയച്ച അതിൻ്റെ ഇതൊക്കെ അയച്ചു, മെയിലൊക്കെ അയച്ചു. അപ്പോൾ അത് അയച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കാനഡയിൽ തന്നെ ഉള്ള ഒരു കമ്പനിയിൽ, ആ കമ്പനിയിൽ 4 ടൈപ്പ് പൊസിഷനിൽ ഈ ഒരാളെ തന്നെ റെസ്യൂം അയച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരും വിചാരിക്കൂലേ ഈ 4 ടൈപ്പ് ഇയാൾക്ക് എന്തെല്ലാം അറിയൂ. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ റെസ്യൂം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പോകും. പക്ഷേ ആ ഒരു കമ്പനിയിൽ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ പ്രാവശ്യം അവിടെ വേറെ ഒരു വേക്കൻസി വരുമ്പോൾ നമ്മൾ പിന്നെയും ആ റെസ്യൂം തന്നെ നമ്മൾ സംഭവങ്ങൾ ശരിയാക്കി ആ രീതിയിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ ഇവരായിരിക്കൂലേ ഈ ജോമൻ പീറ്റർ ഇതന്നെയല്ലേ മറ്റേ റെസ്യൂം, അവരത് കമ്പയർ ചെയ്ത് നോക്കൂലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ആർക്കറിയാം, ഇവരെന്തോ ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത്, എന്തെങ്കിലും ആവട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റ റെസ്യൂമും ഒരു സ്ഥലത്തും അവർ അയച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല അവർ. അപ്പോൾ അവർ പറയണത് ആ കമ്പനി പിന്നെ അതായിട്ട് നമ്മൾ ചോദിക്കും, പിന്നെ പറയണതെന്ന് വെച്ചാൽ ആ കമ്പനി വിളിച്ചാലല്ലേ നമുക്ക് നിങ്ങളെ അയക്കാൻ പറ്റുള്ളൂ, ഞങ്ങളുടെ ജോലി ഇത്ര മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ ജോലി റെസ്യൂം അയക്കുക അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതെല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ഞങ്ങൾക്ക് തന്ന വാക്കെന്ന് വെച്ചാൽ 3 മന്തിൻ്റെ ഉള്ളിൽ നമുക്ക് പറയാൻ അങ്ങനെയാണ്, നമ്മുടെ അങ്ങനെ പറഞ്ഞു. നമ്മളവിടെ ആ സമയത്ത് പോയ സമയത്ത് അവർ പറയുന്നത് വെച്ചാൽ 3 മന്ത്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻ്റർവ്യൂ വരും, അത് കഴിയുമ്പോൾ നമുക്ക് 6 മന്ത്സിനുള്ളിൽ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കാശ് ശരിയാക്കി വെക്കണം, അതാണ് പറഞ്ഞത്. അപ്പം നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ച്. പിന്നെ പറയണതെന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ബാച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു, ഓഫർ ലെറ്ററിന് വേണ്ടി നിൽക്കണയാണ്. അങ്ങനെ പറഞ്ഞു. ഒരു മനുഷ്യനും ഇവരുടെ തൊഴിൽ ഒരു ജോലിയും കിട്ടിയിട്ടും എവിടെയും പോയിട്ടില്ല, അതാണ് സത്യം. അത് കഴിഞ്ഞിട്ട് 1 വർഷം പിന്നെ നമ്മൾ അവരെ വിളിച്ചാൽ മാത്രമേ അവർ നമുക്ക് മറുപടി. ആ പറയണതെന്ന് വെച്ചാൽ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞോളാം എന്നാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും അവർ നമ്മൾക്ക് ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ കൃത്യമായിട്ട് തന്നിട്ടുമില്ല, പറയാറുമില്ല. നമ്മൾ വിളിച്ചാൽ പിന്നെ ഫോണും എടുക്കില്ല, അങ്ങനെയായി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഫേക്കാണ്. അപ്പം നമുക്ക് ഇതിന് പുറകെ ഇങ്ങനെ ഈ നടക്കാൻ ഈ 39,000 വേണ്ടി നമ്മൾ കേസെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഓക്കെ നിങ്ങൾ ചെയ്യണ്ട, പേയ്മെൻറ്റ് തിരിച്ച് തന്നേക്ക്, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സർവീസും വേണ്ട, ഞങ്ങളുടെ പേയ്മെൻറ്റ് തിരിച്ച് തന്നേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയണേനോ ഓക്കെ നമ്മൾ ഇത്രയും ചെയ്ത് നിങ്ങളുടെ റെസ്യൂമൊക്കെ നമ്മൾ ഇതാക്കി നമ്മൾ അവിടെ അയച്ചതിന് ഇത്രയും കാശ് അവർക്ക് വേണം, ഇത്രയും കാശ് അവർ കട്ട് ചെയ്യും എന്നാലും ഞങ്ങൾ സമ്മതിച്ചത്. എന്താ വെച്ചാൽ നമുക്കിനി ഇതിൻ്റെ പുറകെ നടക്കാൻ വയ്യ. അപ്പോൾ പക്ഷെ അവർ പറയണ ഇതൊന്നുമല്ല, അവർ പറയണ പേയ്മെൻറ്റ് തരൂല. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താ എന്ത് വർത്താനം നിങ്ങളീ പറയണത്. അപ്പോൾ അവർ പറഞ്ഞു പേയ്മെൻറ്റ് തരത്തില്ല, അത് തന്നെ നിങ്ങൾക്ക് കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത്രയും ധൈര്യം. അപ്പം സ്വാഭാവികമായിട്ട് ഏത് മനുഷ്യനാണെങ്കിലും നമുക്കും വാശിയും ദേഷ്യമൊക്കെ വരണം. നമ്മൾ ഇത്രയും ധൈര്യം ഇവർക്ക് ഇവിടുത്തെ സിസ്റ്റംസിനെ കുറിച്ചൊക്കെ നല്ലതായിട്ട് അറിഞ്ഞു വെച്ച് അരച്ച് കുടിച്ച് അവർ വെച്ചിരിക്കുന്നത്. അവർക്കറിയാം ഒരു കേസ് കൊടുത്താൽ എത്ര നാൾ പിടിക്കും, എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സംഭവങ്ങൾ ശരിയാവുള്ളൂ, കാര്യങ്ങൾ ഇവരെല്ലാം ഇങ്ങനെ പഠിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാം ഈ തട്ടിപ്പുകാർ എല്ലാവരും ഇതൊക്കെ പഠിച്ച് വെച്ചാണ് നമ്മുടെ ഈ എല്ലാ സ്ഥലത്തും വന്നിട്ട് അതുകൂടെ അവിടെയൊക്കെ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല ഇതിൽ കുറേ പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഏജൻസി വഴി കുറേ ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ജോബിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കാനഡയിൽ ജോബിൻ്റെ പേര്. പക്ഷേ കാനഡയിൽ ജോബിനും പറഞ്ഞുകൊണ്ട് ഈ ഒരു സംഭവം ഇവിടെ ഇല്ല കേട്ടോ, അതാണ് സത്യം.
അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ, കാനഡേൻ്റെ ആ സംഭവം അവർ ക്ലോസ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു സംഭവം അവർ പറഞ്ഞിട്ട് ന്യൂ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഇതാണ് അവർ പറഞ്ഞത്, നമ്മുടെ അവിടെ ഒരു പ്രോഗ്രാം ന്യൂ ബ്രിക്സ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നടക്കണം. അപ്പോൾ ആ വഴിയാണ് ആൾക്കാരെ എടുക്കുന്നത്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം അവർ ക്ലോസ് ചെയ്തു. അത് ക്ലോസ് ചെയ്ത് എന്താണ് എന്ന് വെച്ചാൽ ആ സമയത്ത് അവർ ഈ ഒരു പേരും പറഞ്ഞ് കുറേ ആൾക്കാരുടെ അതിൻ്റെ കാശ് മേടിച്ച്, അപ്പോൾ അവരിനി അത് ക്ലോസ് ചെയ്ത് ആ മേടിച്ച ആൾക്കാരെല്ലാവരും കേസും കാശ് വേണ്ട എന്ന് വെച്ച് അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ നടക്കണേണ്. അപ്പോൾ ഈ പേരിൽ കേസ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. ആ ഒരു കൂട്ടത്തിലുള്ളതാണ് ഞങ്ങളും. അപ്പം നമ്മൾ ഈ കേസ് അപ്പോൾ ഓക്കെ ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞു, ഞങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള കേസിൻ്റെ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശോകം അവസ്ഥയാണ്. നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞുള്ള അവസ്ഥ, നമ്മൾ ഈ ടി വിയിൽ കാണുന്ന പോലെയുള്ള ഒരു വക്കീൽ വന്ന് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് അതിന് എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുക, അല്ലെങ്കിൽ അതൊന്നുമില്ല ഈ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ അവിടെ പോയിട്ട് എല്ലാം അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ ആർക്കൊക്കെയാണ് നമ്മളെല്ലാം കാര്യങ്ങളും നമ്മൾ വെച്ച് നമ്മൾ ഫയൽ ഇത് ചെയ്തു, നമ്മൾ അവിടെ കൊടുത്തു. അതിനൊക്കെ ഒരു ദിവസം ഫുള്ള് മെനക്കെടണം കേട്ടോ. നമ്മൾ അവിടെ പോകണം, ഇവിടെ പോകണം, അത് ശരിയാക്കണം, ഇത് ശരിയാക്കണം, അതൊക്കെ വെച്ച് അത് അറ്റാച്ച് ചെയ്യണം. അങ്ങനെ ആ സമയത്ത് നമ്മളവിടെ പോകുമ്പോൾ 100 പണികളുണ്ട് കേട്ടോ നമുക്ക് ചെയ്യാൻ വേണ്ടി. ഒരു ദിവസം നമുക്ക് ഫുള്ളും പോക്കാണ് ആ ദിവസം. അപ്പോൾ ആ പോക്ക് നമ്മളവിടെ പോയി എഴുതാൻ മാത്രം നല്ല അലിച്ചിലാണ് ഈ സംഭവം. നമ്മൾ ഈ ഇവിടെ കംപ്ലയിൻറ്റ് എഴുതാൻ പോകുമ്പോൾ അവിടെ നിന്ന് ഇത് മേടിക്കണം, ഇതിന് അവിടെ നിന്ന് മേടിക്കണം, അത് അറ്റാച്ച് ചെയ്യണം, ഇത് അറ്റാച്ച് ചെയ്യണം, 100 കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്ത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഇവർ നമുക്കൊരു നമ്മുടെ കേസ് നമ്പർ ഉണ്ടാവും, അത് നമുക്കൊരു നമ്പർ തരും, എന്താണ് മറ്റേതിന് ഡേറ്റ് തരും, നമ്മുടെ ഹിയറിങ്ങിൻ്റെ ഒരു ഡേറ്റ് തരും. നമ്മൾ ആ ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ഹിയറിങ്ങിന് ഡേറ്റ് തരണം വെച്ചാൽ 6 മാസം കഴിഞ്ഞിട്ടാണ് ഹിയറിങ്ങിന് ഡേറ്റ് തരണം കേട്ടോ. എനിക്ക് പറയുമ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നത്. 6 മാസം കഴിയുമ്പോൾ നമുക്ക് ഹിയറിങ്ങിന് ഡേറ്റ് തരണത്. ഈ 6 മാസം നമ്മൾ കാത്തിരുന്ന് 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി കഴിയുമ്പോൾ എന്താ അവസ്ഥ? ഈ പറയുന്ന ജഡ്ജിമാരൊന്നും നമ്മുടെ ഫേസിൽ മുഖത്തോട്ട് നോക്കില്ല. ഇങ്ങനെ എന്നോ താഴത്തോട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറയും പിന്നെ 5 മാസം, പിന്നെ 5 മാസം 6 മാസത്തെ ഡേറ്റ് ഒരു തരും. നമ്മളത് മേടിക്കുക, നമ്മൾ വരിക, പിന്നെ നമ്മൾ 6 മാസം കഴിയുമ്പോൾ പോവുക, പിന്നെ ഒരു 6 മാസം 7 മാസത്തെ ഡേറ്റ് നമുക്ക് തരും. അങ്ങനെ ഇപ്പോൾ 3 പ്രാവശ്യമായിട്ടാണ് ഞങ്ങൾക്ക്. 3 പ്രാവശ്യം വെച്ചാൽ 2 പ്രാവശ്യമായി. ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യം ഡേറ്റ് തന്നിരിക്കുന്നത്. ഈ മാസം 19-ാം തീയതിയാണ് നമ്മൾ പോയത്. ഈ മാസം 19 നമ്മുടെ കേസിൻ്റെ ഹിയറിങ് നമ്മൾ പോയി. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റാണ് ജൂൺ 25. ജൂൺ 25. അപ്പോൾ 5 മാസം ഉണ്ട് ഇനി. അങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത് തന്നെയാണ് സ്ഥിരം. എല്ലാ മാസം 6 മാസം 5 മാസം അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ അവസ്ഥേനെക്കാട്ടും ഭയങ്കര ദയനമുണ്ട് ചില ആൾക്കാരുടെ അവസ്ഥകളൊക്കെ. അവിടെ 2016, 2010, 2005 ഒക്കെ കേസ് അവിടെ വിളിക്കുന്നുണ്ട്. ശരിക്കും അതിൽ ഞെട്ടിപ്പോൾ അവർക്കൊക്കെ പ്രായം, അവർക്ക് ചാകാറായി, ഇതുവരെയായിട്ട് അവരെ കേസ് തീർന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് വെച്ചിട്ടാണ് ഈ പറയുന്ന ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ സ്ഥാപനമൊക്കെ അവിടെ ഇവിടെയൊക്കെ തുറന്നു വെച്ചിട്ട് ഇവർക്കൊരു കണക്ക് കൂട്ടലുണ്ട്. ഇത്ര നാൾ കഴിയുമ്പോൾ ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന കേസ് മുതൽ അതിനൊരു തീരുമാനമായി തുടങ്ങും. അപ്പോൾ അതിനു മുമ്പ് ഇവർ എവിടെയൊക്കെ കാശ് കിട്ടും, ആരെയൊക്കെ പറ്റിക്കാൻ പറ്റും ഒക്കെ പറ്റിച്ചിട്ട് അവർക്ക് ഈ സ്ഥാപനം പൂട്ടിയിട്ട് പോവുക. ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് ഒബ്രോണിൻ്റെ സ്ഥലത്താണ്, നമ്മുടെ ഒബ്രോണിൻ്റെ അവിടെ ആയിട്ടാണ് ഈ സ്ഥാപനം വരുന്നത്. ഈ സ്ഥാപനം നല്ല അടിപൊളിയായിട്ടാണ് ഇവർ തുടങ്ങിയിരിക്കുന്നത്. ഫുൾ ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല വലിയൊരു ഓഫീസായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അവിടെ കൂടുതൽ വർക്ക് ചെയ്യണത് പെണ്ണുങ്ങളാണ്. ഈ പെണ്ണുങ്ങൾ തന്നെയാണ് തട്ടിപ്പായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഈ പെണ്ണുങ്ങൾ മാത്രമേ അവിടെ ഇരിക്കുന്ന എല്ലാ സ്റ്റാഫ്സ്, ബോയ്സ് കുറവാണ്. അവിടെ ഇരിക്കുന്ന എല്ലാ സ്റ്റാഫിനും ഇവർ നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആൾക്കാരുടെ സംസാരിക്കുന്നത്, എങ്ങനെയാണ് ആൾക്കാരുടെ അടുത്ത് നല്ല വിശ്വാസത്തോടെ സംസാരിച്ച് മൈക്കെടുക്കുക, അവർക്ക് ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്ന പെണ്ണുങ്ങളാണ്. എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണ്. ഒരാളും ഇവിടുത്തെ അല്ല, എറണാകുളത്തുള്ള പെണ്ണുങ്ങളല്ല ഇതൊക്കെ പുറത്തുനിന്ന് വന്ന ഒരു സ്ഥലത്തിന് വന്ന പെണ്ണുങ്ങളാണിത്. ഇവരെ പേരുകൾ ഒക്കെ ഫേക്കാണ്. ഇവരെ പേരുകളൊന്നും അതല്ല. ഇവർ ശരിക്കും പേരുകളൊക്കെ വേറെ എന്തൊക്കെയാണ് കേട്ടോ.
പിന്നെ ഇവരെ ഗൂഗിളിൽ കാണുന്ന റിവ്യൂ 4.6 ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ അബ്രോഡ് സൈഡിൽ അല്ല ഏതെങ്കിലും ഏജൻസി ഇമിഗ്രേഷൻ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ആ പേര് നോക്കിയിട്ട് നോക്കിയാൽ മതി. 4.6 ആണ് കേട്ടോ കിടക്കണം. ഇത്രയൊക്കെ എനിക്ക് ക്ലൂ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. വേറെ ഒന്നുമല്ല, കേസ് നടക്കുന്നതാണ്. ഈ കേസിന് ഒരു തീരുമാനമായി കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്കിതിൽ കറക്റ്റായിട്ട് എല്ലാം പറയാൻ പറ്റും. പക്ഷെ ഞാൻ ഇപ്പം ഇത്രയെങ്കിലും പറയുന്നത് നിങ്ങൾ ഇത് ആരും പോയി പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയണത്. എന്താണെന്ന് വെച്ചാൽ പാവപ്പെട്ട ആൾക്കാരാണ്, സ്റ്റഡീസും കാര്യങ്ങളും ആരാണെങ്കിലും ആൾക്കാർ രക്ഷപ്പെടാനാണ്, എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് പുറത്തു പോകുന്നത്. അല്ലാതെ ആരും, ചില ആൾക്കാരുണ്ടാവായിരിക്കും അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി പോകും, അതല്ല ഞാൻ പറയണത്. ഈ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കി ഇല്ലാത്ത കാശ് ഒപ്പിച്ച് പോകുന്നത് എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരെ ചതിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് അവർ മാനസികമായിട്ട് എത്ര തകർന്നു പോകണമെന്ന് അവർ തന്നെ ചിന്തിക്കാനും കൂടി പറ്റില്ല. ചിലപ്പോൾ ഇതിൽ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരും കൂടി ഉണ്ടാവാൻ നമ്മളറിയാത്തായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരു രക്ഷപ്പെടാനുള്ള മാർഗ്ഗം നമ്മൾ ഇപ്പം ഞങ്ങളുടെയൊക്കെ ഇതിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഈ സംഭവം നോക്കിക്കൊണ്ടപ്പോൾ നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗ്ഗം നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമാണത്. അപ്പം നമ്മളിത് ആ ഒരു രീതിയാണ് നമ്മളിത് കാണുന്നത്. നമ്മളിത് നമ്മുടെ മനസ്സിൽ ഒരു കണക്കൂട്ടലാണ്. ഇങ്ങനെയാണ് ഇത്ര ദിവസം നമ്മൾക്ക് പോകാൻ പറ്റും, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ആശ്വസിപ്പിച്ച് നമുക്ക് പോവാം, അത് കഴിയുമ്പോൾ ഒരു വർഷത്തിൽ നമ്മുടെ കാര്യങ്ങൾ സെറ്റ്, അതങ്ങനത്തെ ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇതൊക്കെ ചെയ്യണതും പോണതും. അപ്പോൾ ശരി, ആൾക്കാർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇതും പോയോ, ഇതും ചതിക്കപ്പെട്ടോ, അങ്ങനത്തെ ഒരു ഇത് വരും ചില ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം, നമ്മളിതൊന്നും അറിയാത്തതായിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ പറയണതാണ്. ഈ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ട്, എൻ്റെ ആരും ഞാനിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ്, അപ്പോൾ ആരും അങ്ങനെ കാണാറൊന്നുമില്ല. ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, ദയവ് സഹായിച്ച് ഈ പരിപാടിക്ക് പോയി ഒന്നും വീഴരുത്. കുറച്ച് ജെന്യൂനായിട്ടുള്ള ഏജൻസിക്ക് ഉണ്ടായിരിക്കും, എനിക്കറിയാൻ പാടില്ല. നന്നായിട്ട് അന്വേഷിച്ചിട്ട് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വഴി ശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്തായാലും ഏത് നിങ്ങൾ തുടങ്ങിയാലും നിങ്ങൾ ചെയ്താലും ഈ ഒരു ഏജൻസി വഴി നിങ്ങൾ പോകരുത്, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യരുത്. ആ ഏജൻസി ഭയങ്കര ഫേക്കായിട്ടുള്ളൊരു ഏജൻസിയാണ്. നിങ്ങൾ ആൾക്കാരെ വീഴ്ത്താൻ അവർക്ക് നല്ല കഴിവാണ്. ഇവർ എപ്പോഴും ഇവരെ FBയിലും എല്ലാ സോഷ്യൽ മീഡിയയിലും അവരെ നല്ല പരസ്യങ്ങൾ ആഡ് നന്നായിട്ട് വരുന്നുണ്ട്. ഇത് ആഡ് എല്ലാം അവർ നല്ല വലിയ ആൾക്കാരെ വെച്ച് തന്നെ ചെയ്യുന്നത്. അതെനിക്കറിയാൻ പാടില്ല. ഈ വലിയ ആൾക്കാർ മുഴുവൻ അതൊക്കെ ആരൊക്കെയാണ് ഞാൻ പറയുന്നില്ല. ഇവരൊക്കെ ഇത് എന്തറിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഇവർ കാശ് മാത്രം മേടിക്കണം, അല്ലാതെ ഇത് ഫേക്കാണോ ഫേക്കല്ല, ആര് പോയിട്ടുണ്ട് ആര് പോയില്ല, ഇവരൊന്നും അവർക്ക് അതറിയില്ല. ഇവർ ഭയങ്കര ധൈര്യത്തോട് കാര്യങ്ങളൊക്കെ പറയാനൊക്കെ കേൾക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നെട്ടിപ്പോണേന്. ഇവരെന്തറിഞ്ഞിട്ട് ഈ പറയണത്, ഈ ഏജൻസിയെ കുറിച്ച് എന്തറിഞ്ഞിട്ട് ഇവർ ഈ പറയണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഈ ഒരു മനുഷ്യനും ആകെ സ്റ്റഡീസിൽ മാത്രം അതോ 2 or 3 അങ്ങനെ ആൾക്കാർ പോയിട്ടുണ്ടോയെന്ന് ഒന്നും എനിക്കറിയാൻ പാടില്ല. വേറെ എല്ലാം ഫേക്കാണ് കേട്ടോ. അത് നിങ്ങൾക്ക് റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ, അവരെ ഗൂഗിളിൽ നിങ്ങൾ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താണ് ഈ കാനഡയിലെ പ്രോഗ്രാമിൽ നടന്ന സമയത്തുള്ള ആൾക്കാർ എത്ര പേര് അതിൽ റിവ്യൂ ഇട്ടിട്ടുണ്ടാവും. കൺസ്യൂമർ കേസ് കൊടുക്കാൻ പോണേ, കേസൊക്കെ ഫേക്കാണ്, അങ്ങനെ ഇങ്ങനെ കുറേ ആൾക്കാർ റിവ്യൂ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഇവർ ശരിക്കുമുള്ള ആൾക്കാരല്ല കേട്ടോ. ഇതൊക്കെ ഫേക്ക് അക്കൗണ്ട് വഴി തട്ടിപ്പ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ആൾക്കാരാണ് റിവ്യൂ ഇട്ടിരിക്കുന്നത്. ഇവർ കാശ് കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ് ആ റിവ്യൂ ഒക്കെ, അല്ലാതെ ഇവർക്ക് നല്ല റിവ്യൂ കിട്ടാനൊരു സാധ്യതയില്ല. അപ്പോൾ എല്ലാവരും 4.6 ഒക്കെ റിവ്യൂ ഒക്കെ കണ്ട് നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ട് ആൾക്കാർ വരും. പക്ഷേ ആ അക്കൗണ്ട്സൊക്കെ ഫേക്കാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പറയണ നിങ്ങൾക്ക് ഏകദേശം ഇത് ഏതാണ് സ്ഥാപനമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഒബ്രോണിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഏജൻസി ആയതെന്ന്. അപ്പോൾ ആരും ഇതിൽ പോയി പെടാതിരിക്കുക, എനിക്കതേ പറയാനുള്ളൂ. ശരി, എന്നാൽ ബൈ.